ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ് ആണ്. എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്ട്സ്, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് തിങ്സിനെ ഓർഗനൈസ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് മെത്തേഡാണ്. അതിൽ ആ റിയൽ വേൾഡ് ഒബ്ജക്റ്റിൻ്റെ ഡേറ്റയും അതിനായിട്ട് റിലേറ്റ് ചെയ്ത ഓപ്പറേഷൻസും നമ്മൾ ഒരുമിച്ച് ബൈൻഡ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കുക്കിങ്ങിൻ്റെ എക്സാമ്പിളാണ് കണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, കാറ്. അപ്പോൾ ഞാൻ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി എടുക്കുകയാണ്, കാറ്. ആ റിയൽ വേൾഡ് എൻറ്റിറ്റി ആയിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ആ കാറിന് എന്തൊക്കെ ഉണ്ടാവും? ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? അതായത് ആ കാറിൻ്റെ കളറ്, ബ്രാൻഡ്, സ്പീഡ്, പിന്നെയും കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവാം. മോഡലാകാം, മൈലേജ് ആകാം, അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് ആ കാറിന് ഉണ്ടാവും. ആൻഡ് കാറിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ലൈക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ആക്സിലറേറ്റ്, അങ്ങനത്തെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവും. ഈ ഡേറ്റനെയും ഈ ബിഹേവിയർ അല്ലെങ്കിൽ ഓപ്പറേഷൻസിനെയും നമ്മൾ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് കാർ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യും ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. എന്നിട്ട് നമുക്ക് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ഈ ക്ലാസ്സിൻ്റെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഒബ്ജക്ട്സ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമ്മൾ പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ ഈ ഡേറ്റേനെയും വേരിയബിളിനെയും ബിഹേവിയറിനെയും നമ്മൾ സെപ്പറേറ്റ്ലി ഡിഫൈൻ ചെയ്ത് ആദ്യം തന്നെ കുറച്ച് ഡേറ്റാസ് ഡിക്ലെയർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് കുറേ സെറ്റ് ഓഫ് ഫങ്ഷൻസ് ഉണ്ടാകുന്നു. ഈ ഫങ്ഷൻസ് എല്ലാം ഈ ഡേറ്റേഴ്സിനെ ആക്സസ് ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ഈ ഡേറ്റയും ഫങ്ഷൻസും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അത് രണ്ടും ഒരുമിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു ആക്സസ് ദീസ് ഡേറ്റാസ് ആൻഡ് മെത്തേഡ് വി നീഡ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദി ഒബ്ജക്റ്റ്. അത് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ക്ലാസ് കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ആ കാറിന് നമ്മളിപ്പോൾ കണ്ട പോലെ കളർ, ബ്രാൻഡ്, സ്പീഡ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലറേഷൻസ് ഉണ്ടാവും. ആൻഡ് ആ കാറിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിന് നമ്മൾ ഫങ്ഷൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും: സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ആക്സിലറേറ്റ്. ഇനി എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും നമുക്ക് ഈ കാർ ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്, നമ്മൾ കാർ തന്നെ പല ടൈപ്പ് ഓഫ് കാർ ഉണ്ടാവില്ലേ? മൈ റെഡ് ടൊയോട്ട ഈസ് എൻ ഒബ്ജക്റ്റ് ഓഫ് കാർ ക്ലാസ്. യുവർ ബ്ലൂ ഹോണ്ട ഈസ് അനദർ ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം ക്ലാസ്. ഓർ someone else's black BMW is another object of the same class. അപ്പോൾ കാർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഹൈ ലെവൽ എൻറ്റിറ്റി ഓർ എ ബ്ലൂ പ്രിൻ്റ് എന്ന് നമുക്ക് പറയാം. ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് മാത്രമാണ് ഒബ്ജക്റ്റ്. ഒരു ക്ലാസ്സിന് n നമ്പർ ഓഫ്, അതായത് എത്ര വേണമെങ്കിലും ഒബ്ജക്ട്സ് ഉണ്ടാവും. ഇനി നമ്മൾ കോഡിൽ ഇതെങ്ങനെ വരും എന്ന് എക്സാമ്പിൾ കണ്ടു നോക്കാം. ആദ്യം ഞാൻ C++ എക്സാമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? കാർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിക് എന്താണെന്ന് നമ്മൾ പിന്നീട് വരാം അതിലേക്ക്. എന്നിട്ട് നമ്മൾ അതിന് ബ്രാൻഡ്, കളർ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ്, രണ്ട് ഡേറ്റ ടൈപ്സ് അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ നിന്ന് പറയുകയാണെങ്കിൽ കളർ, ബ്രാൻഡ്, സ്പീഡ്, ഇത് മൂന്നും നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം there is a function which is called car and ഇതിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എഗെയിൻ കൺസ്ട്രക്ടർ നമ്മൾ ഇൻ ഡീറ്റെയിൽ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക, കാറിൻ്റെ അതേ പേരിലുള്ള ഒരു മെത്തേഡാണിത്. ആൻഡ് അതിനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുക. ആൻഡ് ഈ കൺസ്ട്രക്ടർ രണ്ട് പാരാമീറ്റേഴ്സ് എടുക്കുന്നു. അത് ബ്രാൻഡും കളർ എന്ന് പറയുന്ന വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യുന്നതാണ് ഈ പർട്ടിക്കുലർ കൺസ്ട്രക്ടർ ചെയ്യുന്നത്. പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി ഇതിലുണ്ട്. ഇനി നമ്മുടെ ലോജിക്കിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുക. ഓഫ് കോഴ്സ് ഫ്രം ദ മെയിൻ മെത്തേഡ്. മെയിനിൽ നമ്മൾ എന്താ ചെയ്യുക? കാർ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അതിനാണ് നമ്മൾ കാർ, അതായത് ക്ലാസ്സിൻ്റെ പേര് സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേര് ഈസ് കാർ1 എന്നാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേര്. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. കീവേഡ് അല്ലാത്ത എന്ത് പേര് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം.
എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ നമ്മൾ രണ്ട് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, ടൊയോട്ട ആൻഡ് റെഡ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാർ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് കാർ ക്ലാസ്സിനെ നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂസ് കറസ്പോണ്ടിങ്ങിൽ, അതായത് ഈ കാർ വൺ ക്രിയേറ്റ് ആവുന്ന മൊമെന്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിന്റെ കൺസ്ട്രക്ടറിലേക്ക് കോൾ പോകും. ആ കൺസ്ട്രക്ടറിൽ ടൊയോട്ട എന്ന് പറയുന്ന വാല്യൂ നമ്മളുടെ ഈ ബി എന്ന് പറയുന്ന വേരിയബിളിലേക്കും റെഡ് എന്ന് പറയുന്ന വാല്യൂ സി എന്ന് പറയുന്ന വേരിയബിളിലേക്കും അസൈൻ ആവും. എന്നിട്ട് നമ്മൾ ആ ബിയും സീനെയും ബ്രാൻഡ് കളറിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് വണ്ണിൻ്റെ, അതായത് കാർ വണ്ണിൻ്റെ ബ്രാൻഡ് ടൊയോട്ടയും കളറ് റെഡുമായിട്ട് സെറ്റ് ആവുന്നു ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു, കാർ ടു. അതിൻ്റെ ബ്രാൻഡ് ഹോണ്ടയാണ്, അതിൻ്റെ കളറ് ബ്ലൂ ആണ്. ഇങ്ങനെ രണ്ട് ഒബ്ജക്ട്സുകൾ ക്രിയേറ്റ് ആവുന്നു. അതെന്താ ശരിക്കും സംഭവിക്കുന്നത് വെച്ചാൽ, മെമ്മറിയിൽ അത്രയും എത്ര ഡേറ്റ എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും സ്പേസ് അലോക്കേറ്റ് ആവുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് ഇപ്പം ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ എക്സാമ്പിൾ, എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ആവുന്നു. എന്നിട്ട് ആ വേരിയബിൾസിലേക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട്, കാർ വൺ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഇൻവോക്ക് ആകും ഫോർ ഒബ്ജക്റ്റ് വൺ. ആൻഡ് ഒബ്ജക്റ്റ് വണ്ണിൻ്റെ ബ്രാൻഡ് നെയിം എന്താണ്? ടൊയോട്ടയാണ്. കളർ നെയിം റെഡ് ആണ്. അപ്പോൾ ഈ സ്റ്റാർട്ട് മെത്തേഡ് എന്താ ചെയ്യുക, ഈ കളറും ബ്രാൻഡും ഡിസ്പ്ലേ ചെയ്തിട്ട്, വാല്യൂസ് ഡിസ്പ്ലേ ചെയ്തിട്ട് ഈസ് സ്റ്റാർട്ടിങ്, അതായത് ടൊയോട്ട റെഡ് ഈസ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ കാർ ടു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് കോൾ ചെയ്യുമ്പോൾ സെയിം തന്നെ ഈ മെത്തേഡ് കോൾ ആവും. പക്ഷേ അവിടെ ഡേറ്റ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. കളറ് ബ്ലൂ ആണ് ആൻഡ് ബ്രാൻഡ് ഹോണ്ടയാണ്. ഇതും കറസ്പോണ്ടിങ് വാല്യൂസ്, ബിക്കോസ് അത് ഒബ്ജക്റ്റ് ടു വെച്ചിട്ട് കോൾ ചെയ്തത് കൊണ്ട്. ഒബ്ജക്റ്റ് വണ്ണിന് ഒരിക്കലും ഒബ്ജക്റ്റ് ടുവിൻ്റെ എന്താ ബ്രാൻഡിൻ്റെയോ കളറിൻ്റെയോ പേര് അറിയാൻ പറ്റില്ല. അതുപോലെ ഒബ്ജക്റ്റ് ടുവിന് ഒബ്ജക്റ്റ് വണ്ണിൻ്റെയോ അറിയാൻ പറ്റില്ല. ഇത് ഈ ഒരു ഒബ്ജക്റ്റിനുള്ളിൽ മാത്രമായിട്ട് നിൽക്കും. അപ്പോൾ ഔട്ട്പുട്ട് ഇതാണ്, റെഡ് ടൊയോട്ട ഈസ് സ്റ്റാർട്ടിങ്, ബ്ലൂ ഹോണ്ട ഈസ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നതായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതും കൂടി ഞാൻ കാണിക്കാൻ ഇവിടെ. പൈത്തണിൽ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇംപ്ലിമെൻറ്റേഷനിൽ. കാരണം നമുക്കിവിടെ വേരിയബിൾസിനെ എക്സ്പ്ലിസിറ്റ്ലി ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മളിവിടെ സ്ട്രിങ് ബ്രാൻഡ്, സ്ട്രിങ് കളർ എന്ന് കൊടുക്കേണ്ട ഡിക്ലെയർ ചെയ്യുന്നുണ്ടല്ലോ. അതായത് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. ആ ടൈപ്പിനനുസരിച്ചായിരിക്കും മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ആവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടക്കുക. വേറാസ് ഇൻ പൈത്തൺ അത് ആവശ്യമില്ല, ഡൈനാമിക്കലി ആണ് മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ ബ്രാൻഡിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത്, ആ സമയത്ത് ആ വാല്യൂവിനനുസരിച്ചുള്ള മെമ്മറി ടൈപ്പ് സെറ്റ് ആവുകയും അതിനനുസരിച്ചുള്ള മെമ്മറി അലൊക്കേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പൈത്തണിൽ ഇംപ്ലിമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺസ്ട്രക്ടറിന് ഇനിറ്റ് എന്നാണ് പറയുക. ഇത് ഓരോ ലാംഗ്വേജിനും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ബേസിക്കലി കോൺസെപ്റ്റ് സെയിം ആണ്. കൺസ്ട്രക്ടറിന് ഈ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം ക്ലാസ്സിൽ ഡേറ്റാസ് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡേറ്റ ആൻഡ് ബിഹേവിയർ ഒരുമിക്കുന്നതാണല്ലോ ക്ലാസ്. പൈത്തൺ ആയതുകൊണ്ട് അവിടെ ഡേറ്റ ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. കാര്യം അത് ബൈ ഡീഫോൾട്ട് നമ്മൾ എപ്പോഴാണോ ഡേറ്റയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത് അപ്പോഴാണ് മെമ്മറി അലോക്കേറ്റ് ആവുക. അല്ലാതെ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ കാണാത്തത്. ഇവിടെ ഉള്ളി ബിഹേവിയർ മാത്രമാണ് കാണാം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെത്തേഡ്സ്, ഇനിറ്റും സ്റ്റാർട്ടും. എന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേഷൻ സിമിലർ ടു നമ്മൾ C++ൽ പറഞ്ഞ അതേപോലെ തന്നെ കാർ വൺ. അതിൻ്റെ സിൻടാക്സ് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. കാർ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കാർ വൺ. അതിൻ്റെ ബ്രാൻഡിലേക്ക് ടൊയോട്ടയും കളറിലേക്ക് റെഡും അസൈൻ ആവുന്നു. കാര്യം ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇനിറ്റ് മെത്തേഡ് കോൾ ആവുന്നു. ടൊയോട്ട എന്നുള്ളത് ബ്രാൻഡിലും റെഡ് എന്നുള്ളത് കളർ എന്ന് പറയുന്ന വേരിയബിളിലും സെറ്റ് ആവുന്നു. എന്നിട്ട് അതിനനുസരിച്ച് ഈ എന്താ പറയുക, ഫസ്റ്റ് ഒബ്ജക്റ്റ് കാർ വൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ഈ രണ്ട് വാല്യൂസും അസൈൻ ആവുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തതും. എന്നിട്ട് നമ്മൾ കാർ വൺ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് കോൾ ചെയ്യുമ്പോൾ ഇവിടെ സെയിം തന്നെയാണ്. അവിടെ നമ്മൾ സി ഔട്ട് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ പ്രിന്റ് എഫ്, അത് ഓരോ ലാംഗ്വേജിനനുസരിച്ച് മാറുന്നു. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെയും അഗെയിൻ സെയിം ഔട്ട്പുട്ട്, റെഡ് ടൊയോട്ട ഈസ് സ്റ്റാർട്ടിങ്, ബ്ലൂ ഹോണ്ട ഈസ് സ്റ്റാർട്ടിങ്. ഇതാണ് ബേസിക്കലി
ക്ലാസ്സും ഒബ്ജക്റ്റും. അപ്പോൾ ബേസിക്കലി ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് മാത്രമായിരിക്കും ഒബ്ജക്റ്റ്. ഒരു ക്ലാസ്സിന് എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. So thank you for watching. See you in the other video. Bye bye.